അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന ചർച്ചകൾക്കിടയിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി ആസിം മുനീറിനെ വധിക്കാനുള്ള മൊസാദിന്റെ ശ്രമങ്ങൾ പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയെന്ന വാർത്ത പ്രചരിക്കുകയാണ്. ലെബനാൻ ഓസ്ട്രേലിയ രാഷ്ട്രീയ നിരൂപകനായ മാരിയോ നോഫാലാണ് ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം ബ്രോഡ്കാസ്റ്റിനിടയിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ ചർച്ച നടക്കുന്നതിനിടയിൽ ആസിം മുനീറിനെ വധിക്കാനുള്ള ശ്രമമായിരുന്നു ഇസ്രയേലിന്റെ മൊസാദ് നടത്തിയിരുന്നത്. പക്ഷേ ആസിം മുനീർ ഇതിനുവേണ്ടി ചർച്ചയ്ക്ക് വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു നീക്കം അറിയുകയും ആ നീക്കം മനസ്സിലാക്കിയതിനു ശേഷം യാത്ര ഒഴിവാക്കുന്നതിന് പകരം ഇസ്രയേലിന് തിരിച്ചൊരു മെസ്സേജ് നൽകുകയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രയേൽ ഭൂപടത്തിൽ നിന്ന് നീക്കപ്പെടും, മാടിച്ചു കളയും എന്ന ഒരു ശക്തമായൊരു മുന്നറിയിപ്പ് പാകിസ്ഥാൻ നൽകിയെന്നാണ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു നീക്കത്തിൽ നിന്നും മൊസാദ് പിൻവാങ്ങുകയായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം ഈ വാർത്ത പ്രചരിക്കുന്നതിനിടയിൽ ഇത് സത്യമല്ല എന്ന രീതിയിൽ പാകിസ്ഥാന്റെ ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഇത് പൂർണ്ണമായും ഇല്ലാത്ത ഒരു കെട്ടുകഥ മാത്രമാണ് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. ഈ കാര്യം നിഷേധിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന റഷ്യൻ പത്രമായ RT അടക്കമുള്ള ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം മാരിയോ നോഫാലിന്റെ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് ലോകത്ത് വലിയ രൂപത്തിൽ പ്രചരിച്ചിരുന്നു. അത് വാസ്തവമാണോ അല്ലേ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും പാകിസ്ഥാന്റെ പ്രതിനിധികൾ ഈ കാര്യം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്.